ദേവയാനി രാവിലെ എഴുന്നേറ്റ് ആദർശനോട് പറയാണ്, എനിക്ക് നടു അനക്കാമോ എന്ന് പറയുമ്പം എന്താ അമ്മയും ചോദിക്കുകയാണ്, എന്താ നിൻ്റെ മോൻ അറിയില്ലേ, ഇന്നലെ നീ കണ്ടതല്ലേ മുത്തശ്ശൻ ഞങ്ങളെ കൊണ്ട് എന്നെയും ദേവയാനിയും ജലജനയും കൊണ്ട് ആ അടുക്കള മൊത്തം ക്ലീൻ ചെയ്യിപ്പിച്ച് രാത്രി 12 മണി കഴിഞ്ഞ് ഉറങ്ങിയപ്പം അതുപോലെ എന്ത് കൂട്ടം കറികളൊക്കെ എന്നെ കൊണ്ട് വെപ്പിച്ചത് ഞാൻ മടുത്തു എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇന്നാളൊരു ദിവസം ഈ വീട്ടിൽ മീനാക്ഷി ഇല്ലാഞ്ഞപ്പം അമ്മ അവൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുത്തില്ലേ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജോലികളെല്ലാം ചെയ്ത് പാവൻ രാത്രിയിലൊന്ന് കിടന്നപ്പോൾ നല്ല നടുവേദനയായിരുന്നു, ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടിയിട്ടാണ് അമ്മയെ കിടന്ന് ഉറങ്ങിയെന്ന് പറയാണ്. ഓഹോ, അപ്പം നിൻ്റെ ഭാര്യ അത് ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നാണോ നീ പറഞ്ഞ് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നയനയും അങ്ങനെ വേദനയായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായടാ, നിനക്കിപ്പോൾ അവളാണല്ലോ വലുത്, ഞാനല്ലോ എന്ന് പറയുമ്പം അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതുകൊണ്ടല്ല ഇന്നലെ അവളയച്ച ഡിസൈൻസ് അപ്രൂവ് ആയിട്ട് നമുക്ക് എന്ത് നല്ല ഓർഡറാണ് കിട്ടിയെന്ന് അമ്മയ്ക്ക് അറിയാവോ, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇന്നലെ നിർബന്ധിക്കാഞ്ഞെന്ന് പറയാണ്. പിന്നെ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് അതിന് മേലെ കയറി പറയാൻ പറ്റുമോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇന്നലെ നായന ഡിസൈൻ വരച്ചിട്ട് പറഞ്ഞു പാവമുണ്ട്, അമ്മയൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുക, ഞാനും കൂടെ പോയി സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണല്ലോ പറഞ്ഞത് നായനോട് അടുക്കളയിലേക്ക് കയറി പോകരുതെന്ന്, അതുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് വരാഞ്ഞെന്ന് പറയുന്നുണ്ട്. അല്ലടാ, അവൾ മനഃപൂർവ്വം തന്നെ ചെയ്തതാ, അവൾ എല്ലാവരും കേൾക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അവൾക്ക് ജോലിയുണ്ടെന്ന്, അതുകൊണ്ടാണ് മുത്തശ്ശൻ എന്നോട് ചെയ്യാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ അമ്മേ, അവൾ നല്ലൊരു ഡിസൈനറാണ്, അവളെ ഇങ്ങനെ അടുക്കള കയറ്റിയിട്ട് ശരിയാവില്ലമ്മേ, അവളെ കമ്പനി ഡിസൈനറായിട്ട് നിയമിക്കണമെന്ന് പറയുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞത്, അവളെ കമ്പനിയിൽ ഡിസൈനറായിട്ട് നിയമിക്കാനോ? ഓഹോ ശരി, എൻ്റെ മോനെ കൊണ്ട് നിൻ്റെ കൂടെ തന്നെ ആ ഡിസൈനറായിട്ടൊക്കെ നിർത്തി വലിയ ജോലിയൊക്കെ കൊടുക്ക്, ഈ അമ്മ അടുക്കളയിൽ കയറാമെന്ന് പറയുന്നുണ്ട്. അമ്മേ, ഇവിടെ മീനാക്ഷി ചേച്ചി ഉണ്ടല്ലോ, അമ്മ ഇല്ലെങ്കിൽ പറ, നല്ലൊരു സെർവൻറ്റിനെ ഞാൻ വേറെ വെക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പുറമണിക്കായിട്ടും ഒരാളുണ്ടല്ലോ, ഞാനൊരു സെർവൻറ്റിനെ അടുക്കളയിൽ 2 പേരെ ആക്കാം, അപ്പം ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുള്ളൂ എന്ന് പറയുമ്പം വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും നയനെ അവിടുത്തെ ഹെഡായിട്ട് നിയമിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അമ്മ എന്തിനാ വാശി പിടിക്കുന്നത്, അവൾ കാരണം എത്ര ഡിസൈൻസ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാമോ, എത്ര ഓർഡേഴ്സ് കിട്ടുമെന്ന് അറിയാമോ, അവളുടെ ഡിസൈൻസിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാണ്. ദേവേനി പറയാണ്, അവൾ ഡിസൈനൊക്കെ വരച്ചോട്ടെ, പക്ഷേ കമ്മലിൽ വന്ന് വരയ്ക്കണ്ട, ഇവിടെ ഇരുന്ന് വരച്ച് നീ അത് കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ്. അമ്മേ അത് പറ്റില്ലമ്മേ, കാരണം ഇവിടുത്തെ ജോലികൾക്കിടയിൽ അവളെ ചെയ്യാൻ നിന്നാലുണ്ടല്ലോ അവൾക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവൾ ഡിസൈൻ അവിടെ നിന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് അതിൽ നിന്നും ഉണ്ടാവുമെന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ആ സ്ഥാനം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും കണ്ടിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ്, എന്താ ദേവയാനി, എന്താ എനിക്ക് സ്ഥാനം കൊടുത്തതിനൊക്കെ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, മുത്തശ്ശൻ കേട്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശനോട് ആദർശ് പറയാണ്, മുത്തശ്ശ അത് വേറൊന്നുമല്ല, കമ്പനിയിലെ ഡിസൈനർ ഹെഡായിട്ട് നയനയെ നിയമിക്കാമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം, അത് വേറൊന്നും കൊണ്ടല്ല, അവളുടെ ഇന്നലത്തെ ഡിസൈൻ തന്നെ അപ്രൂവ് ആയല്ലോ, അവളുടെ എല്ലാ ഡിസൈൻസിനും മാർക്കറ്റിൽ നല്ല വാല്യൂ ആണ്, ആര് കണ്ടാലും അപ്പം തന്നെ ഡിസൈൻസൊക്കെ അപ്രൂവ് ചെയ്യുന്നുണ്ട്, അത്രയ്ക്ക് അവളുടെ ഡിസൈനൊക്കെ കഴിവുണ്ട്, അവളിങ്ങനെ വീട്ടിൽ തന്നെ നിന്ന് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവൾക്ക് ഡിസൈൻ വരയ്ക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇയാൾക്ക് അവിടെ കബോർഡ് തോന്നപ്പം ഞാൻ അവളുടെ ഫയലിനകത്ത് കുറേ ഡിസൈൻസ് കണ്ടു, അവൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഫ്രീ ടൈമിൽ അവൾ വരയ്ക്കുന്ന ഡിസൈൻസ് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഇതുവരെ കാണാത്ത ലേറ്റസ്റ്റ് ആയ ഡിസൈൻസ് ആയിരുന്നു. അവളോട് ഞാൻ ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയും അതിന് പുതിയ ഓർഡറൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിക്ക് വിറ്റഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടപ്പോൾ ഞാൻ വീട്ടിൽ പോയില്ലേ, അപ്പം ഞാൻ കണ്ടതാ അവളുടെ ഷെൽഫിലൊക്കെ അവൾ ഓരോ ഡിസൈൻസൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്, എൻ്റെ മനോഹരമാണെന്നറിയാം ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള അവളെ അടുക്കള തളച്ചിടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുമ്പോഴേക്കും ആ ദേവനിങ്ങനെ അവനെ കണ്ണുവിട്ട് പേടിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അവൻ പറഞ്ഞത് എന്തുകൊണ്ട് ശരിയാ, നീ അതുകൊണ്ട് എന്തിനാ അവനെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നത്, അവനത്രയ്ക്ക് നല്ലൊരു മനസ്സുണ്ടായില്ലേ, അങ്ങനെ വേണം ആമ്പിള്ളേരായാലെന്ന് പറയുന്നുണ്ട്. നയനയ്ക്ക് അങ്ങനൊരു സ്ഥാനം കൊടുക്കണമെന്ന് മോൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മോൻ MD ആണ്, മോൻ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, അവൾക്ക് എത്രയും പെട്ടെന്ന് ആ അധികാരം നൽകണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ഞെട്ടി നിൽക്കുകയാണ്. ദേവയാനി ഞെട്ടൊന്നും വേണ്ട, നിന്നെ ഞാൻ എന്നും അടുക്കളയിൽ കയറ്റൊന്നുമില്ല, എന്തായാലും പുതിയൊരു സെർവൻറ്റിനെ കൂടി നമുക്ക് നിയമിക്കാം, 2 സെർവൻ്റ് ആകുമ്പം ഇവിടുത്തെ പ്രശ്നമൊക്കെ മാറും, ഇത്രയും പേർക്ക് 3 നേരം വെച്ചുണ്ടാക്കാന്ന് പറഞ്ഞത് അത്ര നിസ്സാര പണിയൊന്നുമല്ലെന്ന് എനിക്കും അറിയാം, നയനമോളെ കൊണ്ട് നീ ചെയ്യിപ്പിച്ച് തരാൻ അതിനേക്കുള്ള ശിക്ഷ എന്നിൽ തന്നത്, അതുകൊണ്ട് അതുപോലെ സെർവൻറ്റിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ആദർശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് ഞാൻ ശ്രമിച്ചോളാം, ഞാൻ നോക്കാം മുത്തശ്ശ എന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ നിനക്ക് വല്ല എതിരഭിപ്രായം ഉണ്ടോ നയനയെ കമ്പനിയിലെ ഡിസൈനർ ഹെഡാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയാണ്, അച്ഛാ നമ്മുടെ മരുമകളെ കമ്പനിയിൽ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ, ആണുങ്ങൾ പോയി പണിയുന്നുണ്ട് ശരിയാണ്, പക്ഷെ നയന നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന മരുമകളല്ലേ, അവളെ വെച്ച് കാശുണ്ടാക്കുകയാണെന്ന് ആരെങ്കിലും പറയില്ലേ എന്ന് ചോദിക്കുമ്പം ആ പറയുന്ന ചെലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത്, നമ്മളല്ലേ ജീവിക്കുന്നത്, അത്രയും കഴിവുള്ളൊരു പെൺകുട്ടി നമ്മുടെ ഓഫീസിലെ അവളെ മരുമകളെ ആ ഹെഡിൻ്റെ സ്ഥാനം
പണം കൊടുത്താൽ തന്നെ ആളുകൾ നല്ലതേ പറയുള്ളൂ. മൂർത്തീസ് ജ്വല്ലറി കണ്ടില്ലേ, അവിടെ വന്നു കയറിയ മരുമകൾക്ക് ഹെഡ് ഡിസൈനറിൻ്റെ പോസ്റ്റ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞൊരു അഭിമാനമല്ലേ? അത് മാത്രമല്ല, അത്രയും കഴിവുള്ളൊരു പെൺകുട്ടീനെ വീട്ടിൽ കിടത്തി അടുക്കളയ്ക്കകത്ത് നിറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയാണ് എത്രയും പെട്ടെന്ന് അതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നോക്കുന്നു പറഞ്ഞിട്ട് ആദർശനോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പോയതിനു ശേഷം ആദർശം പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവിയൻ ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും അവളുടെ പോക്ക് മുടക്കണം. അങ്ങനെ അവൾ അവിടുത്തെ ഡിസൈനർ ഹെഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ യാതൊരു വിലയും കാണില്ല. ഇപ്പോൾ അവളെ പോലെ ഞാനും ഈ വീട്ടിലെ അടുക്കളക്കാരി ആകേണ്ടി വരും എന്നിങ്ങനെ ദേവേനി മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ ദേവേനി ആലോചിക്കുകയാണ് ഈ വിവരം എങ്ങനെയെങ്കിലും ജലജനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജലജയുടെ മോനെ അബിക്ക് ആ കമ്പനിയിലെ ഹെഡിന് സ്ഥാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും നയനയുടെ പോക്ക് മുടക്കിക്കോളും എന്ന് ദേവേനി മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ദേവേനി ജലജയോട് പോയിട്ട് പറയുന്നുണ്ട് ഈ നയനയെ അങ്ങനെ ഡിസൈനർ ഹെഡാക്കാൻ വേണ്ടി മുത്തശ്ശൻ പറഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിനുള്ള ഫോർമാലിറ്റീസ് നോക്കാൻ ആദർശനോടും പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് നമുക്ക് മുടക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്നും യാതൊരു വിലയും കാണില്ല. ഇന്നലെ നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇനി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ദേവേനി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ഇങ്ങനെ മനസ്സിൽ കരുതാണ്. ജലജന് പറയാണ് അതെങ്ങനെ ചേച്ചി ശരിയാവും, നയന വന്ന് കയറിയതല്ലേ ഉള്ളൂ. അബി എത്ര നാളുകൊണ്ട് അവിടുത്തെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. അത് മാത്രമല്ല എത്രയോ നല്ല കമ്പനിയിലെ ഡിസൈനേഴ്സ് ഉണ്ട്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ? അതിന് പകരമായിട്ട് ഇവിടെയുള്ള അവളെ എങ്ങോട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ വില എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവനെ പറയാണ് ഞാനും അത് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു കേസ് മുടക്കണം. അങ്ങനെ നീ നയനെ അവിടുന്ന് മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അബിക്ക് അവിടുത്തെ ഹെഡായിട്ടുള്ള ഡിസൈനിങ് പോസ്റ്റ് ഞാൻ ആദർശനോട് പറഞ്ഞ് നിനക്ക് മേടിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ മനസ്സിൽ കരുതാണ് ഇത് തന്നെയാണ് പറ്റിയ അവസരം, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ അവിടുത്തെ ഹെഡായിട്ട് നിയമിക്കണം, എങ്കിൽ മാത്രമേ അവന് സ്ഥാനക്കയറ്റം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇങ്ങനെ ആദർശന് അടിമയായിട്ട് നിൽക്കാൻ അവനെ അനുവദിച്ചുകൂടാ എന്നിങ്ങനെ അവൾ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് ദേവേന്ദ് പറയുന്നുണ്ട് ചേച്ചി മുത്തശ്ശൻ ഇത് പറഞ്ഞതുകൊണ്ട് അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും കാര്യം വളരെ റിസ്ക്കാ. നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അച്ഛൻ നടത്തിയെടുക്കാൻ ശ്രമിക്കും. മറ്റെന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് അത് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് മറ്റെന്തെങ്കിലും പ്ലാനിങ് ചെയ്യണമെന്ന് പറയാണ്. ദേവേനി പറയാണ് അതിനെ നിന്റെ അടുത്തോട്ട് വന്നത് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യണം. അവൾക്ക് ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു പോസ്റ്റ് നേടി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ തന്നെ കണ്ടതല്ലേ അവൾ കുറച്ചു നേരം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ അടുക്കളയിൽ കിടന്ന് അറിയിച്ചു. ഇനി ജീവിതകാലം മൊത്തം നമുക്ക് അതായിരിക്കും നടക്കാൻ പോകുന്നത് നിന്റെ മകനും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേവേനെ ഇന്ന് ജലജനെ ഒന്ന് എരിവേറ്റി വിടാണ്. നയന എങ്ങാനും അവിടുത്തെ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ മകൻ ജീവിതകാലം മുഴുവനും അവളുടെ അടിമയായിട്ടോട് കിടക്കേണ്ടി വരുമെന്ന് പറയാണ്. അപ്പൊ ജലജ പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഒരിക്കലും സമ്മതിക്കില്ല, അങ്ങനെ നയന ഇവിടുന്ന് ഇറങ്ങി പോകത്തുമില്ല, ചേച്ചി ഇത് കണ്ടോ എന്നും പറഞ്ഞിട്ട് ജലജ ഒന്ന് ദേവയാനിയുടെ വാക്ക് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ എങ്ങനെയായാലും ദേവയാനി വഴിയിട്ട് ആ ഒരു കേസ് മുടക്കാൻ വേണ്ടി ദേവയാനി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.